ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഞാനിന്ന് വീഡിയോ ഞാൻ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കില്ലേ എത്രയോ സുഖം കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലായിരുന്നു വെച്ചാൽ, എൻ്റെ അമ്മയൊക്കെ കൂലിപ്പണിക്ക് പോയി എന്നെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മമ്മ പറയുന്ന കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെ വന്നിട്ട് എന്തായാലും അവർക്ക് മണ്ണിൻ്റെ പണി എടുക്കേണ്ടിയിട്ട് മണ്ണ് ഇങ്ങനെ കൊത്തി ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ഇടണം. അപ്പോൾ ആ സമയത്ത് എന്നെ എന്താക്കുക എന്ന് വെച്ചാൽ, ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു സാരീൻ്റെ തുണി വെച്ച് കെട്ടിയിട്ട് അതിലിങ്ങനെ കിടത്തും, ഉറക്കിയിട്ട് അവിടെ കിടത്തും. പിന്നെ അവിടെ നിന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ കൂടെയും തറയിൽ കൂടെ ഒക്കെ എഴഞ്ഞ് നടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ചെറുപ്പകാലത്തെ ജീവിതം. അത് വെച്ച് എൻ്റെ മക്കളുടെ ജീവിതം കണ്ടാൽ സ്വർഗ്ഗാട്ടോ. എന്നുവെച്ചാൽ എൻ്റെ 2 മക്കളും അതെ നല്ലൊരു വീട്ടിലാണ് കഴിഞ്ഞത്. ഞാനൊക്കെ വെച്ചാൽ മണ്ണിലും ചെളിയിലും അങ്ങനെയൊക്കെ കേട്ടോ ജീവിച്ചത്. നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക. എന്നെപ്പോലത്തെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിൽ വന്നു കൂടിയവരായതുകൊണ്ട് തന്നെ വീടൊന്നുമില്ല, വാടകയ്ക്ക് അത് നല്ല വീടൊന്നും തരത്തില്ല. അതുപോലെ തന്നെ അമ്മ അടുക്കളപ്പണിക്കൊക്കെ പോയാൽ അകത്തേക്ക് കയറ്റത്തില്ല, അടുക്കള വാതിക്കലിരുത്തും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ജീവിതം കഴിഞ്ഞു പോയത്. എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ രാജ്ഞിയും രാജാവുമാണ് എൻ്റെ 2 മക്കളും. പിന്നെന്താ, ഓണത്തിനോ വിഷുവിനോ ഒന്നും ഒരു ഡ്രസ്സ് കിട്ടത്തില്ലായിരുന്നു. വലുതായപ്പോൾ കിട്ടിയിട്ടുണ്ട്, നല്ല ചെറുതിൽ. ഇപ്പോൾ എൻ്റെ മോന് ഇപ്പോൾ 1 വയസ്സ്, എൻ്റെ മോൾക്കിപ്പോൾ 5 വയസ്സ് കഴിഞ്ഞു. അവർക്കൊന്നും കിട്ടുന്ന പോലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു ഓണവും വിഷുവൊക്കെ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാകും. എനിക്കില്ലല്ലോ, അപ്പോൾ സങ്കടം വരും. എന്നിരുന്നാലും നമുക്ക് കിട്ടാൻ യോഗമുള്ളപ്പം കിട്ടും. ഇപ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പോൾ ഐ ആം സോ ഹാപ്പി, സന്തോഷം. ദൈവം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നതോ അത്രത്തോളം തന്നെ ഉന്നതയിലെത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇതുവരെ ഫലിച്ചിട്ടുണ്ട്, മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ, കണ്ടില്ലേ എൻ്റെ മോൻ കുറേ ദിവസം കൂടിയിട്ട് ഞാനിപ്പോൾ കണ്ണ് എഴുതിയത് കണ്ടില്ല, ഓൻ ചിരിക്കുന്ന കണ്ടില്ലേ. കണ്ണ് അച്ഛൻ ചീത്ത പറയും കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ, പക്ഷെ അവൻ്റെ കരച്ചിൽ കേൾക്കാനാകാഞ്ഞിട്ട് ഞാൻ കണ്ണ് എഴുതത്തില്ല കേട്ടോ. പിന്നെ ചോറും കറിയൊക്കെ ആയി, പിന്നെ ചോറൊക്കെ കുളിച്ച് വന്നിട്ട് അടിച്ച് മാറുക കേട്ടോ. കുറേ ചോറ് എടുത്തിട്ടുണ്ട്. ഇന്നെന്താ ഭയങ്കര വിശപ്പായിരുന്നു. 10 മണിക്ക് രാവിലത്തെ ചായ അങ്ങനെ എനിക്ക് സെറ്റായിട്ടില്ല. ദോശ തിന്നാൽ ഭയങ്കര വിശപ്പായിരിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ കുറേ കറികളുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടുതൽ സപ്പോർട്ട് തരണേ.